ഹായ് ഫ്രണ്ട്സ്, റിവർട്ടൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കോഴിക്കോടിൻ്റെ പലഹാരമായ കായ്പോളയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒരു ജാറിലേക്ക് ഇട്ടു. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്ത് പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഞാൻ അത് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അപ്പോഴേക്കും അത് നല്ല പോലെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ഏത്തക്കാപ്പഴമാണ്. അതും എടുത്ത് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ആ അരിഞ്ഞെടുത്ത ഏത്തപ്പഴം ഒന്ന് അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏത്തപ്പഴം നന്നായിട്ട് വഴറ്റി ഇതിൽ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് എടുത്തും ആറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്തത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഏത്തപ്പഴം വാട്ടിയെടുത്തത് ഒഴിച്ച് ഇളക്കി വെക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് മുന്തിരിയും കശുവണ്ടിയും കൂടെ ഒന്ന് വറുത്ത് എടുക്കണം. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് മുന്തിരി ഞാൻ ഇട്ട് കൊടുത്തു. കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കശുവണ്ടിയും ഇട്ടു. അത് ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റി വെച്ച് അടുത്തതായി ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന കൂട്ടി വെച്ചിരിക്കുന്ന മുട്ടയും പഴവും ഒക്കെ കൂടെയുള്ള മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് നല്ലപോലെ ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പകുതി വേവ് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി കശുവണ്ടി അതൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറമെ ഒന്ന് ഡിസൈൻ ചെയ്തൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പകുതി ആയി കഴിയുമ്പോൾ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് താന്നു പോകും. അങ്ങനെ ഒന്നും കൂടെ അടച്ച് വെച്ച് അപ്പോഴേക്കും നല്ല സ്മെല്ലൊക്കെ വന്ന് കായ്പോള ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ